നമസ്കാരം. ഞാനങ്ങനെ മുഹൂർത്തം നോക്കാറില്ല. നല്ല സമയം നല്ല കാര്യങ്ങൾ നടക്കുന്നതെല്ലാം നല്ല സമയം. ചിങ്ങമാസം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഹരിയോട് ചോദിച്ച് ഹരി ഒരു നല്ല ദിവസം ഇന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുഹൂർത്തം എടുത്തത്. എങ്ങനെയുണ്ട് നമ്മുടെ ഗണേശകുമാറിൻ്റെ നിലപാടുകൾ? പുള്ളി അങ്ങനെ മുഹൂർത്തവും നോക്കില്ല, സമയമൊന്നും നോക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ഹരി പത്തനാപുരം ഹരി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നുന്നു. അയാൾ പറഞ്ഞു ആ മുഹൂർത്തം കൊള്ളാം, നല്ല സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ സമയമെടുത്തു, മുഹൂർത്തം എടുത്തു എന്നാണ് പറയുന്നത്. കൊള്ളാമല്ലേ നിലപാട്? ഇത് മാത്രമല്ല, ഗണേശകുമാരൻ്റെ മറ്റൊരു നിലപാട് കൂടിയുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രബോധനം നടത്തുന്നുണ്ട് നമ്മുടെ ഈ ഗണേശകുമാരൻ എന്ന ഗതാഗത വകുപ്പ് മന്ത്രി. അതും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ജ്യോതിഷന്മാരെ കണ്ട് മന്ത്രവാദത്തിന് കുറിച്ച് വായിക്കുന്ന മണ്ടികളായി നിങ്ങൾ മാറരുത്. ഞാനത് നോക്കി കല്ണം കഴിച്ചു. ഞാൻ ആദ്യം ഒരു കല്ണം കഴിച്ചതാണ്. 18 വരുത്തോ വേണ്ട, 18 വരുത്തമായിരുന്നു എന്റെ അമ്മ നോക്കിയപ്പോ. എവിടെ പോയി? രണ്ടാമത് കല്ണം കഴിച്ചു. ജാതകരെ നോക്കിയില്ല, ഒരു കുഴപ്പം. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഒരു അന്ധവിശ്വാസത്തിന് പുറകെ പോയി നിങ്ങൾ പോകരുത്. ഞാൻ പറയുന്നറിയാം, നിങ്ങളുടെ മക്കളും പോകരുത്, നമ്മുടെ തലമുറ. അതും സ്ത്രീകളോടാണ് പറയുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ ഗണേശകുമാറിന് പ്രത്യേക ശ്രദ്ധ ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളാരും അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകരുത്, നിങ്ങളുടെ മക്കളെയും വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗണേശകുമാരൻ എങ്ങോട്ടാണ് പോയത് എന്നറിയാമോ? അതും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. സാറിനെ വീണ്ടും ആ സംഖ്യ കർത്താവിനെ എഴുതി കാണിക്കുക. 23,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, 23,000-ലധികം, 23,000 അല്ല അതിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വൻ വിജയം, ശത്രുക്കളുടെ മേലൊരു വിജയം. താങ്ക് യു ലോർഡ് ജീസസ്. സഹോദരങ്ങളെ, ഈ യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ലജ്ജിച്ചു പോകത്തില്ലെന്ന് എത്ര പേർ സമ്മതിക്കും? അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഗണേശകുമാരൻ പറയുന്നത് ചെയ്യുന്നത് എന്ന് പുള്ളിക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ നിൽക്കണമെന്ന് സ്ത്രീകളെ ഉദ്ബോധിപ്പിച്ചതിന് ശേഷം പോയി നിൽക്കുന്നത് പാസ്റ്ററുടെയും വചനപ്രഘോഷണത്തിൻ്റെയൊക്കെ മുന്നിൽ പോയി കുമ്പിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി യേശുവിൻ്റെ മുന്നിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് പിന്നെയും മനസ്സിലാക്കാം. അത് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന ടീമല്ല. പക്ഷേ പോയി നിൽക്കുന്നത് വേറൊരു ടീമിൻ്റെ മുന്നിലാണ്. അതിനു മുമ്പ് പറഞ്ഞത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള കാര്യം, അതിനു മുമ്പ് പറഞ്ഞത് നല്ല സമയം ഞാൻ നോക്കില്ല, അല്ലെങ്കിൽ മുഹൂർത്തമൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് അതേ ആൾ തന്നെ ഹരി പത്തനാപുരത്തോട് പോയിട്ട് സമയം നോക്കിയിട്ട് സംഗതി നടത്തിയ ടീമാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഈ ജനാധിപത്യത്തിനൊരു കുഴപ്പമുണ്ട്. അതെന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ഒരു നിയോജക മണ്ഡലത്തിലെ ആളുകൾ വിചാരിച്ച് അവരൊരാളെ ജയിപ്പിച്ചു വിട്ടാൽ അത് സംസ്ഥാനത്തെ ബാക്കിയുള്ള ആളുകൾക്ക് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ കൂടി നമ്മളെല്ലാവരും ആ ആളെ സഹിക്കേണ്ടി വരും. അതാണ് സ്ഥിരമായിട്ട് പത്തനാപുരംകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ടും എത്ര ലളിതമായിട്ടാണ് അയാൾ അതിനെ വെള്ളപൂശി വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത്. നെഹ്റു അങ്ങനല്ലേ, മാധവിക്കുട്ടി അങ്ങനല്ലേ, ഗാന്ധിജി പോലും അങ്ങനല്ലേ. എനിക്ക് പ്രണയമുണ്ട്, പ്രണയമില്ലാത്തതിന് വട്ടനാണ്, ഭ്രാന്താണ്, എനിക്ക് 5000-ഓളം പേരെ പ്രണയമുണ്ട്, ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അതെ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം നിങ്ങൾ തമ്മിൽ എന്ത് കുന്തം വേണേലും വായിക്കോ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് കൂടി പറയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് പോലീസിൽ അറിയിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിച്ച്, ജനങ്ങളെ അറിയിച്ച്, വെറുതെ എന്തിനും ജനങ്ങളുടെ സമയം വെറുതെ കളയുന്നത്. നിങ്ങൾ തമ്മിൽ എന്ത് തേങ്ങ വേണമെങ്കിലും ആവും. ഇനി ആരെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയോ അല്ലെങ്കിൽ ചാവുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രം അത് വാർത്തയാക്കി ഞങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തോളാം. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ പെരയ്ക്കകത്ത് തന്നെ നടത്തിയാൽ നന്നായിരിക്കും. വെറുതെ എത്ര സമയമാണ് മനുഷ്യൻ്റെ മെനക്കെടുത്തുന്നത്. ഇത് തുടക്കത്തിലേ ഇങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. കാരണം ഗണേശാണ് ആൾ. ഗണേശനെ പറ്റി അറിയാതെ ഒന്നുമല്ലല്ലോ പോയി കെട്ടിയത്. അതിനുശേഷം ഗണേശ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. വെറുതെ ആളുകളുടെ സമയം മെനക്കെടുത്തായിരിക്കുക. ഇതുപോലുള്ളവരുടെ ഈ ബൈറ്റാണ്, മറ്റതാണ്, മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാതെ ഇരിക്കുക. കാരണം ജീവിതത്തിൽ 1% പോലും ആത്മാർത്ഥയോടെ കാണുന്നവരോ അല്ലെങ്കിൽ ജീവിക്കുന്ന വാക്കിലോ പ്രവൃത്തിയിലോ സത്യസന്ധത കാണിക്കുന്നവരോ ഒന്നുമല്ല ഇവരെന്ന് മറ്റാരുടെയും തെളിവൊന്നും വേണ്ട. നമ്മുടെ മുന്നിലുള്ള ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശകലനം ചെയ്താൽ മതി. ഇവരൊക്കെ ഏത് നിലവാരത്തിലുള്ളവരാണ്. അപ്പോൾ അവരുടെയൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കുക എന്ന് മാത്രമേ ഇവിടുത്തെ മാപ്രോളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് വാർത്തയൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും സാരമില്ല. ഇതുപോലുള്ള അലന്ന കേസുകളുടെ വാർത്തയും കൊണ്ട് വരാതിരിക്കുക.